ഡിജിറ്റൽ യുഗത്തിൽ സ്ത്രീകളുടെ സ്വകാര്യത വലിയ വെല്ലുവിളിയാണ്. സൈബർ ഭീഷണി, അപകീർത്തികരമായ ചിത്രങ്ങളുടെ പ്രചരണം, വ്യാജ പ്രൊഫൈലുകൾ എന്നിവ പെൺകുട്ടികളുടെയും യുവതികളുടെയും സ്വകാര്യതയെയും ഭാവി ജീവിതത്തെയും ബാധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടികളുടെ ജീവിതം വെച്ച് പന്താടുന്ന ചില സൈബർ ക്രിമിനലുകളെ കാണാം. വ്യക്തിപരമായ അധിക്ഷേപം നടത്തുകയും മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ. തൃശ്ശൂരിലെ ഒരു യുവാവിൻ്റെ ഫോണും ലാപ്ടോപ്പും പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. ഇങ്ങനെ മോർഫിങ്ങിനിരയായ ഒരു പെൺകുട്ടിയുടെ ബന്ധുക്കളാണ് ചൊവ്വന്നൂർ സ്വദേശി അനന്തുവിനെ പൊക്കിയത്. പ്രതിയുടെ ഫോണിൽ 40ഓളം സ്ത്രീകളുടെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരുന്നു. 18,000-ഓളം ചിത്രങ്ങൾ ഇയാളുടെ ഫോണും ലാപ്ടോപ്പും പരിശോധിച്ചതിൽ നിന്നും കണ്ടെത്തി. എന്നാൽ കേസെടുക്കാൻ ആദ്യം പോലീസ് തയ്യാറായില്ലെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു. പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ ടെലിഗ്രാം വഴി പണം വാങ്ങി പ്രചരിപ്പിച്ചെന്നാണ് പരാതി. ചൊവ്വന്നൂർ സ്വദേശി അനന്തുവിനെതിരെ കുന്നംകുളം പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. ഇരയായ ചൊവ്വന്നൂർ സ്വദേശിയായ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നടപടി. യുവതിയുടെ അശ്ലീല ചിത്രം സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി പ്രചരിക്കുന്നത് ഒരു സുഹൃത്തു വഴിയാണ് ആദ്യം അറിയുന്നത്. താൻ ഒരിക്കലും എടുക്കാത്ത ചിത്രങ്ങൾ എങ്ങനെ പുറത്തുപോയി എന്ന് ചിന്തിച്ച യുവതി സുഹൃത്തായ അനന്തുവിനെയാണ് ആദ്യം സംശയിച്ചത്. ഒടുവിൽ തന്ത്രപരമായി ഇയാളുടെ മൊബൈൽ ഫോൺ വാങ്ങി പരിശോധിച്ചതോടെ യുവതിയും സുഹൃത്തുക്കളും ഞെട്ടി. പ്രതിയുടെ ഫോണിൽ 40ഓളം സ്ത്രീകളുടെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. വെറുതെ സൂക്ഷിക്കുക മാത്രമല്ല, ഈ ചിത്രങ്ങൾ ടെലിഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി വൻ തുകയ്ക്ക് ആവശ്യക്കാർക്ക് വിൽക്കുകയായിരുന്നു ഇയാളുടെ രീതി. ഇതോടെയാണ് യുവതി പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചത്. നാട്ടുകാർ യുവാവിനെ തടഞ്ഞുവെച്ച് ഫോണും ലാപ്ടോപ്പും പരിശോധിച്ചു. അതിൽ 18,000-ഓളം മോർഫ് ചെയ്ത ചിത്രങ്ങൾ കണ്ടെത്തി. തുടർന്ന് ഇയാളുടെ മൊബൈൽ ഫോൺ നാട്ടുകാർ പിടിച്ചെടുത്ത് പോലീസിന് കൈമാറി. എന്നാൽ കേസെടുക്കാൻ ആദ്യം പോലീസ് തയ്യാറായില്ലെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു. പ്രതിയെ രക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്നും പരാതിയുണ്ട്. ഇപ്പോൾ ഈ ഉണ്ടായ വിഷയത്തിൻ്റെ പുറത്ത് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടായ മറുപടിയും റിയാക്ഷനും നമ്മൾ വേണ്ടത്ര രീതിയിലുള്ളതായിരുന്നില്ല. അപ്പോൾ അവർ പോയപ്പോൾ നമ്മുടെ അവിടുത്തെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയ സ്ത്രീകളോടായാലും അവർ പറഞ്ഞത് ഒരാൾ ഇതാക്കിയാലും മതി, അതിപ്പോൾ എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. അപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയ ഒരു സ്ത്രീയുടെ മാത്രമാണ് മൊഴി എടുത്തിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്നും കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്ക് അറിയില്ല. പിന്നെ ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അവിടേക്ക് വരികയോ അന്വേഷണങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെ യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. പ്രതിയുടെ ഫോണിൽ പോലീസ് കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ സ്ത്രീകളുടെ ചിത്രങ്ങൾ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പരിസര പ്രദേശങ്ങളിലെ സാധാരണക്കാരായ നിരവധി പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ് മോർഫ് ചെയ്ത് വിറ്റ് കാശാക്കിയത്. പ്രതിക്ക് പിന്നിൽ മറ്റാരെങ്കിലുമുണ്ടോ, വലിയ റാക്കറ്റിലെ കണ്ണിയാണോ ഇയാൾ എന്നതിനെക്കുറിച്ചൊക്കെ കുന്നംകുളം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.